അങ്ങനെ മനസ്സിന്റെ സകല കൺട്രോളും നശിച്ച ആനന്ദ് ഇനി ഒരു നിമിഷം പോലും ഈ രഹസ്യങ്ങളൊന്നും എൻ്റെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദേവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരി വരിയായിട്ട് പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആകെ നാണം കെട്ട് ആകെ പേടിച്ച് കയ്യും കാലൊക്കെ വിറച്ചിട്ട് ആ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ നിൽക്കുകയാണ് ദേവി. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇത് കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അമ്മയ്ക്ക് അമ്മയുടെ ദേവി മോളെ കുറിച്ച് എന്തറിയാം, മീനുവിനും മിത്രയ്ക്കും നിങ്ങളുടെ ദേവിയേട്ടത്തെ കുറിച്ച് എന്തറിയാം, ആകാശിനും ആര്യനും എന്തറിയാം, ഇവളെ ഏതുവരെ പഠിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവര് അത് ചേച്ചി ദേവിയേട്ടത്തി MA ലിറ്ററേച്ചർ അല്ലേ എന്നൊക്കെ മീനു പറയുമ്പോൾ MA ലിറ്ററേച്ചർ ഇവളുണ്ടല്ലോ, ഇവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതും ഇവള് ജയിച്ചിട്ടൊന്നുമില്ല, തോറ്റതാ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ 10ാം ക്ലാസ്സോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നീ എന്തൊക്കെയാ മോനെ പറയുന്നത് എന്ന് ഗോമതിയും ബാലനൊക്കെ ചോദിക്കുമ്പോൾ സത്യമാണ് അമ്മേ, ഇവള് 10ാം ക്ലാസ് തോറ്റതാ, അത് പറഞ്ഞ ഈ കല്യാണത്തിന് നമ്മൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കല്യാണം ആലോചിച്ച സമയത്ത് ഇവളുടെ അച്ഛനുണ്ടല്ലോ ഉദയഭാനു, അയാൾ മാത്രമൊന്നുമല്ല, അയാളും അയാളുടെ ഭാര്യയും ഇവളും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളോട് കള്ളം പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, ചോദിച്ചു നോക്ക് ഇവളോട്, എന്താടി മിണ്ടാതെ നിൽക്കുന്ന, വായി തുറന്ന് പറയടി എന്നൊക്കെ ദേവിയോട് പറയുമ്പോൾ ദേവി ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനും ഇത്രയും ദേവി ഏട്ടത്തിയോട് ചോദിക്കുകയാണ്, ആണോ ഏട്ടത്തി MA ലിറ്ററേച്ചർ അല്ലേ, 10ാം ക്ലാസ് വരെയാണോ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദേവിക്ക് അവരുടെ മുഖത്തൊന്നും നോക്കാൻ വയ്യ, ആകെ നാണം കെട്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദേവി ഒന്നും പറയാതെ ഇങ്ങനെ തലതാത്തി നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനന്ദ് പറയാണ്, അമ്മയ്ക്കും അച്ഛനും അറിയോ ഈ സത്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കിയതെന്ന്, ആ ഒരു അവസ്ഥയിൽ അച്ഛനോ അമ്മയോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ താങ്ങില്ലായിരുന്നു, ഞാനായതുകൊണ്ട് എങ്ങനെയൊക്കെയോ താങ്ങി അച്ഛാ. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു, അവിടെ ഞങ്ങൾക്ക് ഫുഡ് എടുത്തു തരാൻ വന്ന സപ്ലയർ ആരാന്നറിയോ, ദേ അച്ഛൻ്റെ ഈ നിൽക്കുന്ന ദേവി മോള്. അച്ഛാ, അച്ഛൻ മുമ്പൊരിക്കൽ ഇവൾക്ക് ആ സ്കൂളിൽ ജോലി വാങ്ങിച്ചു കൊടുത്തതല്ലേ, കുറച്ച് ദിവസം ജോലി ചെയ്തിട്ട് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഇവളെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഒഴിഞ്ഞു മാറി, പിന്നീട് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വേറൊരു IT കമ്പനിയിൽ ജോലിക്ക് പോകാന്ന് നമ്മളോട് കള്ളം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കള്ളോ, ദേവിയേട്ടത്തി മെച്ചപ്പെട്ട ഒരു ജോലിക്ക് പോയതല്ലേ എന്നൊക്കെ മീനും ഇത്രയും ചോദിക്കുമ്പോൾ, മെച്ചപ്പെട്ട ജോലി, ആ സ്കൂളിൽ സർട്ടിഫിക്കറ്റ്സ് ചോദിച്ചപ്പോൾ MA ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഈ മരമണ്ടിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ, ഇവളുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൾ ആ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാ, എന്നിട്ട് മെച്ചപ്പെട്ട ജോലി കിട്ടിയതാണെന്നൊക്കെ നമ്മളോട് കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് IT കമ്പനിയിൽ ജോലിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ആ ഹോട്ടലിൽ പോയി ജോലി ചെയ്യായിരുന്നു, ഇവള് പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് വേറെ എവിടെ കിട്ടാനാ ഇവൾക്ക് ജോലി എന്നൊക്കെ ആനന്ദ് പറയുമ്പോൾ ഗോമതി എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്നുണ്ട്. മീനും ഇത്രയൊക്കെ ഏട്ടത്തി ആണോ ഏട്ടത്തി എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അതിനും ദേവി കരഞ്ഞുകൊണ്ട് തല താത്തി നിൽക്കുകയാണ്. ദേവിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ, അങ്ങനെ കരഞ്ഞിട്ട് ഓടി അകത്തേക്ക് പോകുന്നുണ്ട്, റൂമിനകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആരെയും ഇനി ഫേസ് ചെയ്യാനൊന്നും വയ്യ, അപ്പോൾ അതിനകത്തിരുന്ന് തനിച്ചിരുന്ന് കരയാണ്. അങ്ങനെ ഒട്ടും വൈകിക്കുന്നില്ല, ആനന്ദ് അടുത്ത സത്യം എടുത്തിടുകയാണ്. എന്താന്ന് വെച്ചാൽ, തീർന്നിട്ടില്ല, ഞാനും ആദ്യം ഈ ഒരു കാര്യത്തിലെ ഇവള് കള്ളം പറഞ്ഞിട്ടുള്ളൂ എന്നാ വിചാരിച്ചത്, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അമ്മേ, ഇവള് മൊത്തം വായി തുറന്നാൽ തന്നെ കള്ളമാണമ്മേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിന്, ഒരു മനുഷ്യന് ഒരിക്കലും കള്ളം പറയാത്ത ഒരു കാര്യം, സ്വന്തം പ്രായത്തിന്റെ കാര്യം, അതിൽ പോലും ഇവള് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാവരും വിചാരിച്ച പോലെ ഇവൾ എന്നേക്കാൾ 2 വയസ്സ് ചെറുതൊന്നും അല്ല, എന്നേക്കാൾ 2 വയസ്സ് വലുതാണ് ഇവള്. മീനു, മിത്രേ, നിങ്ങൾ തന്നെ പറ, ഈ കാര്യത്തിലൊക്കെ ആരെങ്കിലും കള്ളം പറയോ? ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവളുടെ ആധാർ കാർഡോ എന്തെങ്കിലും ഒരു പ്രൂഫ് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്ക്, അപ്പൊ കാണാം അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യത്തിൽ പോലും കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിച്ചാണ് ഈ കല്യാണം ഇവളും ഇവളുടെ അച്ഛനും ചേർന്ന് നടത്തിയത്. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അറിയുമ്പോൾ ഓരോ തവണയും ഹൃദയം പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ എനിക്ക്. അമ്മയ്ക്ക് അറിയോ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ആ ഉദയഭാനു ഈ കല്യാണം നടത്തിയത് എന്തിനാന്ന്? ഒരു ജോലിയില്ലാത്ത, 10 പൈസ പോലും അധ്വാനിച്ച് ഉണ്ടാക്കാത്ത, അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പോലും ഏതെങ്കിലും വീടിലോ കടയിലോ കയറി മോഷ്ടിക്കേണ്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് ഉദയഭാനു. അയാൾ തനി ഫ്രോഡാണ്, അയാൾ കള്ളനാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ബിസിനസ്സുകാരനോ പണക്കാരനോ കോടീശ്വരനോ ഒന്നുമല്ല, അയാൾ വെറും ഒരു കള്ളനാ. ആരെയൊക്കെയോ പറ്റിച്ച് തട്ടിയെടുത്ത വീട്ടിലാ അയാൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നേരത്തെ ഭക്ഷണത്തിനും ഓരോരുത്തരെ പറ്റിച്ചുകൊണ്ടാ അവർ പണം ഉണ്ടാക്കുന്നത്. നമ്മുടെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചതും അയാളാണച്ചാ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമാവില്ല, അതുകൊണ്ടാ ഞാൻ കടയിൽ ക്യാമറ വെച്ചത്. ആ ക്യാമറയിൽ ഉദയഭാനു കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് റെക്കോർഡ് ആയിട്ടുണ്ട്, ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്, അത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുമല്ലോ, ദാ നോക്ക് എന്ന് പറഞ്ഞ് ആ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ദേവിയെ കല്യാണം കഴിപ്പിച്ച് വിടാൻ ഒരു വഴിയും ഇല്ലാതിരുന്ന അവരുടെ മുമ്പിൽ പെട്ടുപോയ പാവങ്ങളാണ് നമ്മൾ. നമ്മളെ കിട്ടിയ ഉടനെ അവരെ നമ്മളെ വെച്ച് യൂസ് ചെയ്ത് സ്വന്തം മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തുകയായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇവൾ പറയുന്നതിൽ ഏതാണ് കള്ളം ഏതാണ് സത്യം എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ് അച്ഛാ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കണ്ടുപിടിച്ചത്, ഇനിയിപ്പോൾ ഞാൻ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്ക് ലൈറ്റായിട്ട് നെഞ്ചു വേദനിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഗോമതി ഇങ്ങനെ, അയ്യോ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ബാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മേ, ഇതുകൊണ്ടൊന്നും തളരരുത്, അമ്മ ആ ഉദയഭാനുവിനെ കുറിച്ചും അമ്മയുടെ ദേവി മോളെ കുറിച്ചൊക്കെ ഇനിയും കുറേ
കാര്യങ്ങൾ അറിയാനുണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവളുടെ തെറ്റല്ല എന്നൊക്കെ അമ്മ എന്നോട് കുറെ പറഞ്ഞ് വാദിച്ചില്ലേ. അമ്മ പറയമ്മേ, ഇത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവളെ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും? അമ്മയ്ക്കറിയോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് താങ്ങാനാവാതെ ഇനി അവളുടെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതായിരുന്നു ഞാൻ. അവിടുന്ന് പിന്നീട് എങ്ങനെയൊക്കെയോ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കയറി വരാനുള്ള ഐഡിയ ആലോചിക്കുകയായിരുന്നു അവൾ അവളുടെ വീട്ടിലിരുന്നുകൊണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഈ ഒരു ചാൻസ് വീണ് കിട്ടിയത്. അവൾ പ്രഗ്നന്റ് ആണെന്ന് അവൾ അറിയുന്നത്. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ട്, ആ കുഞ്ഞിന്റെ ജീവനെ യൂസ് ചെയ്തുകൊണ്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു കയറി വരികയായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു കയറാനുള്ള ഒരു ആയുധമായിട്ട് മാത്രമേ അവൾ ആ കുഞ്ഞിനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അമ്മ പറയുന്നത് പോലെ, ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ അവൾ സ്നേഹിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അമ്മേ. അങ്ങനെയുള്ള ഒരു മനസ്സൊന്നും അവൾക്കില്ല. അവൾ കള്ളിയാണമ്മേ, പേരും കള്ളി എന്നൊക്കെ പറയുമ്പോൾ ബാലന് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ബാലൻ അവസാനം ഗോമതിയോട് പറയാണ്, ഗോമതി ഫോൺ എടുത്ത് ഉദയഭാനുവിനെ വിളിക്ക്, അവരെ രണ്ടുപേരെയും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാ എന്ന് പറയുമ്പോൾ ആ വിളിക്കാം എന്നും പറഞ്ഞ് ഗോമതി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ മീനുവും ഇത്രയും നൈസായിട്ട് ദേവിയുടെ റൂമിലേക്ക് കയറി പോവാണ്. എന്നിട്ട് ഏട്ടത്തി, എന്താ ഏട്ടത്തി ഈ കേൾക്കുന്നതൊക്കെ? ഇതൊക്കെ സത്യമാണോ? ഞങ്ങളോടെങ്കിലും ഇതൊക്കെ പറയായിരുന്നില്ലേ ഏട്ടത്തി? MA പഠിച്ചില്ല എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താവാനാ? ഏട്ടത്തി തന്നെ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കയറി വന്നത് എങ്ങനെയാണ്? അച്ഛനോ അമ്മയോ ഉപേക്ഷിച്ച് ഒരു വീടോ കുടുംബമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് പോലും ഇവിടുത്തെ അച്ഛനും അമ്മയും ഞങ്ങളെ എന്ത് നന്നായിട്ടാണ് നോക്കിയത്. നമ്മൾ 3 പേരോടും എന്തെങ്കിലും ഒരു വേർതിരിവ് ഇന്ന് വരെ നമ്മുടെ അമ്മയോ അച്ഛനോ കാണിച്ചിട്ടുണ്ടോ? ഏട്ടത്തിക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ? സത്യം പറയായിരുന്നില്ലേ ഏട്ടത്തി? അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ആവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവിക്ക് ഒന്നാമത് ഇവരെ ഒന്ന് ഫേസ് ചെയ്യാൻ വയ്യ. അങ്ങനെ ദേവി കരഞ്ഞുകൊണ്ട് ഇവരോട് പറയാണ്, മീനു മിത്രേ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, ധാരാളം കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ടാണ്. അവരോട് ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ പറഞ്ഞതാണ്, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കല്യാണം നടത്തേണ്ട ആവശ്യമില്ല, അത് നിലനിൽക്കില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. അവർ കേട്ടില്ല. പിന്നെ അവർക്കും ഉണ്ടാവില്ലേ സ്വന്തം മോളെ നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന ആഗ്രഹമൊക്കെ എല്ലാ അച്ഛനും അമ്മമാർക്കും ഉള്ളതല്ലേ. അതേപോലെ അവരും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ അതിനുള്ള വഴിയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞത്. കല്യാണത്തിന് മുമ്പ് തന്നെ ആനന്ദേട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് തീരുമാനിച്ചതുവാ. പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അവർ സമ്മതിച്ചുമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം പറയാനും തീരെ ധൈര്യം കിട്ടിയില്ല. പിന്നീടാണ് പതുക്കെ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നീട് സത്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ വെറുക്കുമെന്ന് പേടിച്ചു മിത്രേ. നിങ്ങളെയൊക്കെ പിരിഞ്ഞെനിക്ക് ജീവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയന്നു മീനു. അതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. പക്ഷെ ആനന്ദേട്ടൻ അത് ഇത്രയ്ക്കൊക്കെ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആനന്ദേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭാഗത്താ തെറ്റുള്ളത്. ഞാൻ പറയണമായിരുന്നു, ഞാൻ ഇത്രയും കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വരരുതായിരുന്നു. എൻ്റെ തെറ്റാ, എല്ലാവരെയും ഞാൻ പറ്റിക്കായിരുന്നു, എല്ലാം എൻ്റെ തെറ്റാ, സമ്മതിക്കുന്നു. പക്ഷേ ആനന്ദേട്ടൻ പറഞ്ഞതുപോലെ കുഞ്ഞിനെ ആയുധമാക്കി വെച്ചുകൊണ്ട് ഇവിടേക്ക് കയറി വന്നതൊന്നും അല്ല ഞാൻ. എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഞാൻ കാരണമല്ല ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടെത്തി. ഇപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ ആനന്ദേട്ടൻ അതൊന്നും മനസ്സിലാക്കാത്തതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദേട്ടൻ എല്ലാം മനസ്സിലാവും. ഏട്ടത്തി വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ മീനും ഇത്രയും പുറത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനുശ്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനിയും ഞാനിത് പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് അനുശ്രീക്ക് ദേവിയോട് ചെറുതായിട്ട് ഒരു പാവം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനുശ്രീ ആനന്ദിനോട് വന്ന് പറയാണ്, ആനന്ദേട്ടാ, ഇതിനിടയ്ക്ക് ആനന്ദേട്ടൻ ഒരു ചെറിയ കാര്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയൊരു തെറ്റുകാരിയാവും. അതുകൊണ്ട് എനിക്കത് പറയാനുണ്ട് ആനന്ദേട്ടാ എന്ന് പറയുമ്പോൾ, എന്താ മോളെ നീ പറയുന്നത് എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അനുശ്രീ പറയാണ്, ആനന്ദിന്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് അനുശ്രീ പറയാണ്, കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് കാരണം ദേവിയേട്ടത്തിയല്ല ഞാനാണ് എന്ന് പറയുമ്പോൾ, നീയോ എന്ന് പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ ആനന്ദ് ചോദിക്കുകയാണ്. അപ്പം അനുശ്രീ പറയാണ്, അതെ അതെ ആനന്ദേട്ടാ, ഒരു ദിവസം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അലോക് ഈ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് എൻ്റെ റൂമിൽ കയറി ഡോർ അടിച്ചു, എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ആ സമയത്ത് ഏട്ടത്തിമാരും അമ്മയും എല്ലാവരും ഓടി വരികയായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്മയെ ഉപദ്രവിക്കാൻ പോയ അലോകിനെ ദേവിയേട്ടത്തി പിടിച്ചു മാറ്റുകയായിരുന്നു. ആ സമയത്ത് അലോക് ദേവിയേട്ടത്തിയുടെ വയറ്റിൽ ചവിട്ടി. അങ്ങനെയാ ദേവിയേട്ടത്തി താഴെ വീണ് ദേവിയേട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. എല്ലാത്തിനും കാരണം ഞാനാണ് ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് അനു പൊട്ടിക്കരയാണ്. അങ്ങനെ ആനന്ദ് ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോമതിയും ബാലനും പറയുന്നുണ്ട്, അതെ ആനന്ദേ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്നോട് ഇനി പറയാതിരുന്നാൽ ശരിയാവില്ല. ഇതാണ് ഉണ്ടായത്. ദേഷ്യം കൊണ്ട് നീ അലോകിനെ പോയി കൊന്നു കളയോന്ന് പേടിച്ചാ ഞങ്ങൾ അന്ന് നിന്നോടൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ മീനും ഇത്രയും പറയുന്നുണ്ട്, അതെ ആനന്ദേട്ടാ, എല്ലാം ശരിയാ, ഞങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദിന് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ എന്ന് വെച്ചിട്ട് ദേവി ചെയ്തതൊന്നും തെറ്റല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ് ആനന്ദ്. അങ്ങനെ ഉടനെ ഉദയഭാനും സ്ത്രീകളെയൊക്കെ കയറി വരുന്നു. അങ്ങനെ എന്താ കോമതി, എന്താ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഉദയഭാനു പറയാണ്, കൊറിയയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സാക്കിയിട്ടാ ബാലൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഓടി വന്നത്. ഫ്ലൈറ്റിനേക്കാൾ ബിസിനസിനേക്കാൾ വലുത് ബാലനുമായിട്ടുള്ള ബന്ധമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ ഇങ്ങനെ കൺട്രോൾ നശിച്ചിട്ട് ഉദയഭാനുവിന്റെ ഷർട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ച് ചോദിക്കുകയാണ്, എടോ, തന്നെ കുറിച്ച് ഒരിക്കൽ ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതാണ്. പക്ഷെ വീണ്ടും താൻ എന്നെ തന്റെ വലയിൽ കുടുക്കി. തന്റെ ഈ നാടകമൊക്കെ വീണ്ടും ഒരു മണ്ടനെ പോലെ എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. താൻ എന്നെ, എന്റെ മോനെയും എന്റെ കുടുംബത്തെയൊക്കെ ചതിക്കുകയായിരുന്നു
പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷർട്ടൊക്കെ പിടിച്ച് അടിച്ചിട്ടൊക്കെയാണ് ബാലൻ ചോദിക്കുന്നത്. അങ്ങനെ അതേസമയം ഗോമതിയും കുറേ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് ഒരു കല്യാണം നടത്തുവോ? എന്ത് ഭംഗിയായിട്ടാ നിങ്ങൾ ഇവിടെ കയറി വന്ന് അഭിനയിച്ചത്. നിങ്ങളുടെ മോൾ എത്ര പാവമായിട്ടാ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. സത്യം പറ, എന്താ എന്താ നിങ്ങളുടെ ലക്ഷ്യം? ഇത്രയും കള്ളം പറഞ്ഞ് പറ്റിച്ച് ഇവിടെ കയറി വന്നിട്ട് ഞങ്ങളെയൊക്കെ കൊന്നു കളഞ്ഞ് ഇവിടെയുള്ളതൊക്കെ കൊണ്ടുപോകാനാണോ? സത്യം പറയേ എന്നൊക്കെ പറയുമ്പോൾ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞു എന്ന്. അപ്പൊ ദേവി റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ദേവിയോട് ഇവരിങ്ങനെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി എല്ലാം പൊളിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇവർ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. എന്നാണെങ്കിലും ഇതെല്ലാം പൊളിയും എന്നൊക്കെ ഇവർ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. അങ്ങനെ അത് നേരിടാൻ തയ്യാറാവുകയാണ് കേട്ടോ ഉദയഭാനു ശ്രീകലയൊക്കെ. അങ്ങനെ ബാലന്റെ ഗോമതിയുടെ ഒക്കെ കാല് പിടിച്ചിട്ട്, ബാലനും ഗോമതിയും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പലതും ചെയ്തു കൂട്ടി, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. പക്ഷെ ആ ശിക്ഷയൊന്നും ഞങ്ങളുടെ മോൾക്ക് കൊടുക്കരുത്. അവൾ ഒരു പാവമാണ്, ഇതൊന്നും വേണ്ടാന്ന് അവൾ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങളാണ് കേൾക്കാതിരുന്നത്. ആനന്ദ് മോനെ അവൾക്ക് ജീവനാണ്. ആനന്ദിനെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും എൻ്റെ മോൾക്ക് ജീവനാണ്. അവൾ സത്യമായിട്ടാ നിങ്ങളെയൊക്കെ സ്നേഹിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇനി എങ്ങനെ വിശ്വസിക്കും? ഇത്രയൊക്കെ നാടകം കളിച്ച് ഇത്ര കാലം ഞങ്ങളെ പറ്റിച്ച നിങ്ങളെ ഞങ്ങൾ ഇനി എങ്ങനെ വിശ്വസിക്കും? സ്നേഹമൊക്കെ സത്യമായിരുന്നു അത്രേ, എല്ലാ നാടകമായിരുന്നോ എന്ന് ആർക്കറിയാം? ഇവളുടെ പേര് പോലും ശ്രീദേവി എന്ന് തന്നെ ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവൻ ഇത്രയും കാലം ഇതൊക്കെ ഉള്ളിലൊതുക്കി കഷ്ടപ്പെട്ട് നടക്കുകയായിരുന്നു ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ. ഇനിയും നിങ്ങളുടെ മോൾ ഇവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ മോനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഇറങ്ങണം നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഞെട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഗോമതി ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവി അമ്മയുടെ കാല് പിടിച്ച്, ഗോമതിയുടെ കാല് പിടിച്ച്, അമ്മയെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്, നിങ്ങളെ ഒന്നും പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാല് പിടിച്ച് കരയാണ്. പക്ഷെ ഇവരൊന്നും ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ദേവിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ഇവർക്ക് തോന്നിയാലും ഇപ്പോഴത്തെ ആനന്ദിന്റെ ഈ ഒരു അവസ്ഥയിൽ ഇവരെല്ലാവരും ദേവിയോട് ക്ഷമിക്കുകയാണെങ്കിൽ ആനന്ദിന് അതൊരു വലിയ വിഷമാവും. സ്വന്തം വീട്ടുകാർ പോലും എൻ്റെ ഭാഗത്ത് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആനന്ദിന്റെ സമനില ചിലപ്പോൾ തെറ്റിയേക്കാം എന്നൊക്കെ പേടിച്ച് ഇവര് തൽക്കാലം ദേവിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്തായാലും ദേവിയെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ എന്ന് മനസ്സിലാവുമ്പോൾ ഉദയഭാനുവും ശ്രീകലയും കള്ളം മാറ്റി ചവിട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ പെട്ടെന്ന് പറയാൻ തുടങ്ങുകയാണ്, അതെ ഞങ്ങൾ കള്ളം പറഞ്ഞു, 4 കള്ളങ്ങൾ പറഞ്ഞാ ഞങ്ങൾ ഈ കല്യാണം നടത്തിയത് എന്ന് വെച്ച് നിങ്ങൾക്കിപ്പോൾ എന്ത് ദോഷം ഉണ്ടായത്? അവൾക്ക് 2 വയസ്സ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എന്താ? അതേപോലെ ഞങ്ങളുടെ മോള് MA ലിറ്ററേച്ചർ ഒന്നും അല്ല, 10ാം ക്ലാസ്സിൽ തോറ്റതാ, അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മോനോ എന്ത് ദോഷം ഉണ്ടായത്? കടയിൽ ഭംഗിയായിട്ട് അവള് ബാലനെ സഹായിച്ച് ജോലി ചെയ്യുന്നില്ലേ? ഇതിൽ കൂടുതലൊക്കെ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മരുമകളിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഉത്തരവില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇവരുടെ ന്യായങ്ങളും ഇവരുടെ ആർഗ്യുമെന്റ് ഒക്കെ കേൾക്കുമ്പോൾ ആനന്ദിന് കൺട്രോൾ പോകുന്നുണ്ട്. അങ്ങനെ ആനന്ദ് അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് ഉദയഭാനുവിന്റെ തലയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ വരികയാണ്. അങ്ങനെ അയ്യോ എന്നെ കൊല്ലാൻ പോകുന്നേന്ന് പറഞ്ഞ് ഉദയഭാനു ബഹളം വെച്ച് കരയുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരൊക്കെ ഓടി വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്താതെ നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് ബാലന് ഗോമതി പറഞ്ഞ ശേഷം വേഗം പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് റെഡിയായിട്ട് ദേവി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഉദയഭാനും ശ്രീകലയും ദേവിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്.